യഥാർത്ഥത്തിൽ എന്താണ് ഈ അനീഷ് ജോർജിന് BLOയ്ക്ക് സംഭവിച്ചതെന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. കോൺഗ്രസ് അല്പസമയത്ത്, അതായത് അനീഷിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചില തെളിവുകൾ, ഈ മരണവുമായി ബന്ധപ്പെട്ട, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ പുറത്തുവിടുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ ഈ SIR ജോലിക്കിടെ, അതുമായി ബന്ധപ്പെട്ട ജോലിക്കിടെ ഒരു BLO കുഴഞ്ഞു വീണു, കാസർഗോഡ് കുഴഞ്ഞു വീണു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. അതിനിടെ കണ്ണൂരിൽ BLO അനീഷ് ജോർജിൻ്റെ ആത്മഹത്യത്തിൽ പ്രതിഷേധവുമായി BLOമാർ രംഗത്തെത്തിയിരിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച BLOമാർ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തി. പരാതി ലഭിച്ചില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കള്ളമാണെന്നും താൻ നിസ്സഹായനെന്നും ആയിരുന്നു മറുപടിയെന്നും ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ കണ്ണൂരിലെ അനീഷ് ജോർജിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് BLOമാരുടെ ജോലി സമ്മർദ്ദം വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും, കൊൽക്കത്തയിലൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും അമിതമായ ജോലി സമ്മർദ്ദമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്? പ്രത്യേകിച്ചും BLOമാർ ഒന്നടങ്കം വിവിധ സംഘടനകൾ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. എന്തായിരുന്നു അവരുടെ നിലപാട്? എന്താണ് അവരുടെ ആവശ്യം? ടാർജറ്റ് നൽകി BLOമാരെ പണിയെടുപ്പിക്കുന്നു, അമിത ജോലിഭാരമാണ്. ഇത് തുടക്കത്തിൽ തന്നെ തൊഴിലാളി ജീവനക്കാരുടെ സംഘടനകൾ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അറിയിച്ചാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ല. പക്ഷേ വലിയ രീതിയിലുള്ള ഹറാസ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്നു. പലരും ജോലി വിട്ടുപോകാൻ നിർബന്ധിതരാകുന്നു. മാനസിക സംഘർഷത്തിലായ നിരവധി ആളുകളുണ്ട്. ജോലി ഉപേക്ഷിക്കുമെന്ന ഭീഷണി മുഴക്കിയതും പലപ്പോഴും മേലധികാരികളുടെ ശാസനയ്ക്കും മെമ്മോ അടക്കമുള്ള നടപടികൾക്കും വിധേയരായവരുണ്ട്. ഇത്തരത്തിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ നിലപാട്. ഇന്ന് വലിയ പ്രതിഷേധം തലസ്ഥാനത്തുമുണ്ടായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് രണ്ട് സംഘടന, ഒന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും ഇടതുപക്ഷ അധ്യാപക ജീവനക്കാരുടെ കൂട്ടായ്മയും മാർച്ച് നടത്തി. പ്രതീകാത്മക സമരമായിരുന്നു ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തുണ്ടായത്. കഴുമരവുമായി ജീവനക്കാർ കഴുമരത്തിന് നിൽക്കുന്നതിന് തുല്യമാണ്. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യമാണ്. ഈ രീതിയിൽ ഇவ்விധം മുന്നോട്ട് പോകാനാകില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. വലിയ പ്രതിഷേധമുണ്ടായി. വലിയ പങ്കാളിത്തം ഈ സമരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശപ്രകാരം ഈ BLOമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തുകയാണ് ജില്ലാ കളക്ടർമാർ. അതിൽ ഒരു BLO കൂടി ഒരു പ്രദേശത്ത് അനുവദിക്കണം, അല്ലെങ്കിൽ ജോലി ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ. ഇന്നും BLOമാർ ജോലി ബഹിഷ്കരിച്ചുള്ള സമരത്തിന് തയ്യാറെടുത്തിരുന്നു, സമരം നടത്തിയിരുന്നു. ഇന്നവർ ഈ BLO ജോലി ചെയ്യുന്നില്ല. ഇനി മറ്റ് ജീവനക്കാരും, സംസ്ഥാനത്തെ സർക്കാർ സർവീസിലെ മറ്റ് ജീവനക്കാരും ഈ വിഷയം ഏറ്റെടുത്ത് അവരും പണിമുടക്കിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പാണ് ജീവനക്കാരുടെ സംഘടനകൾ നൽകുന്നത്. ആദ്യം തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും പ്രധാനപ്പെട്ട ഒരു ആരോപണം വിഷു കാണിക്കാൻ വേണ്ട, ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ഈ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലിക്ക് നിയോഗിക്കുന്നു. പ്രത്യേകിച്ചും ഈ ക്ലറിക്കൽ ജോലിയിൽ അത്ര പരിജ്ഞാനമില്ലാത്തവരാണ്. സ്വാഭാവികമായും ഇതുപോലുള്ള ഒരു സങ്കീർണമായ ജോലികൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് സമ്മർദ്ദമുണ്ടാകും. ഈ അനീഷ് ജോർജിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കിയാലും രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ജോലി പൂർത്തീകരിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്ര ചെറിയൊരു സമയപരിധിക്കുള്ളിൽ ജോലി പൂർത്തീകരിച്ച് നൽകണം എന്ന രീതിയിലുള്ള സമ്മർദ്ദമുണ്ടാകുമ്പോൾ രാത്രി ഉറങ്ങാൻ പോലും തനിക്ക് കഴിയുന്നില്ല എന്ന് കുടുംബാംഗങ്ങളോട് പറയുന്നു. അർദ്ധരാത്രി സമയത്ത് പോലും ജോലിയെടുക്കുന്ന സാഹചര്യം. ഇത് അനീഷിൻ്റെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. പല ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും സമാനമായ ഒരു അനുഭവം തന്നെയായിരിക്കും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇത് വലിയ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ, ഈ പ്രതിഷേധം ഇത്രയും ആളിക്കത്തുന്നതോടെ ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടാകുമോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ്
അധികൃതർ നൽകുന്ന വിവരം? ടോം, എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾക്ക് സാധാരണ സർക്കാർ നിയോഗിക്കുന്നത് അങ്കണവാടി ജീവനക്കാർ, അതുപോലെ ആശാ വർക്കർമാർ എന്നിവരെയാണ്. അവർ സ്വാഭാവികമായ പ്രദേശത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവരാണ്. ഒരു പഞ്ചായത്തിൽ പോയാൽ, ഒരു വാർഡിൽ പോയാൽ അവിടെ ആരൊക്കെയാണ് ആ വീട്ടിലുള്ള ആളുകൾ, എത്ര പേർ അവിടെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേർ വീട് മാറിപ്പോയി, ഏത് പ്രദേശത്ത് താമസിക്കും തുടങ്ങിയ എല്ലാ സമഗ്ര വിവരങ്ങൾ അറിയാവുന്ന ആളുകളാണ് ഏറെക്കുറെ ഈ അങ്കണവാടി ജീവനക്കാരും അതുപോലെ ആശാ വർക്കർമാരും. അത് വലിയ ജോലി, അവരുടെ ജോലി എളുപ്പമാക്കിയിരുന്നു. വളരെ വേഗത്തിൽ അവർക്ക് ഒരു പ്രദേശത്ത് പോയാൽ അത്തരത്തിൽ കാര്യങ്ങൾ എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ തന്നെ എന്യൂമറേഷൻ വേണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിവാശി എടുത്തപ്പോൾ സ്വാഭാവികമായും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഒരു പ്രദേശവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് പലയിടത്തും. അവിടെ ഒരുപക്ഷെ ഈ സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തി ഉണ്ടാകാം, നെറ്റിൻ്റെ ഡേറ്റാ സേവനങ്ങളുടെ പരിമിതി ഉണ്ടാകാം. പലപ്പോഴും ഈ വോട്ടർ പട്ടിക നോക്കിയൊക്കെ എടുക്കണമെങ്കിൽ ഡേറ്റാ സേവനങ്ങൾക്ക് വേഗം വേണം, അതുണ്ടാകില്ല. അങ്ങനെ അതിലൊരു വേഗക്കുറവുണ്ടാകാം. ഈ പ്രദേശങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഗ്രാമീണ പ്രദേശങ്ങൾ മലയോര മേഖലകളിലുമൊക്കെ ഒരു വീട് കഴിഞ്ഞാൽ എത്രയോ ദൂരമായിരിക്കാം അടുത്ത വീട് വരുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള പ്രയാസങ്ങളുണ്ടാകാം. അവിടെ ആളുകൾ പക്ഷേ ജോലിക്ക് പോയിട്ടുണ്ടാകാം. അവരെ വിളിച്ചു വരുത്താനുള്ള സംവിധാനങ്ങളുടെ കുറവുണ്ടാകാം. രാത്രി പോലും ഈ എന്യൂമറേഷൻ രാത്രി നടക്കുന്നു എന്ന പേരിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നേതൃത്വത്തിൽ തന്നെ ഒരു സ്ക്വാഡ് ഇറങ്ങി പലപ്പോഴും രാത്രികളിൽ പകൽ ജോലിക്ക് പോകുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തി അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അത്തരം പ്രവർത്തനങ്ങൾക്ക് രാത്രി ആളുകൾക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഒരു പരിധിവരെ എല്ലാ ആളുകളെയും ഏറെക്കുറെയെങ്കിലും അറിയാവുന്നത്. പക്ഷേ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരക്കിലാണ്. അത് BJP രാഷ്ട്രീയ പാർട്ടികൾ ഈ ഉദ്യോഗസ്ഥരോട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊക്കെ പറഞ്ഞതാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ ഇതുകൂടി വന്നാൽ ഒരു കാരണവശാലും ഈ ജോലി സുഖമായി മുന്നോട്ട് പോകില്ല, അവർക്ക് സഹകരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ വലിയ സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനിടയിൽ കൂടിയാണ് ഈ ആളുകൾ ഈ ജോലി ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ അതാണ് അവർ പ്രധാനമായി BLOമാർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. ഇതാണ് അനീഷ്, ഈ അരുൺ, പല വീടുകളിലും ചെല്ലുമ്പോൾ ആളുകൾ ഉണ്ടാകാറില്ല. ഇനി ആളുകൾക്ക് ഈ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ച് പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ പരിഹരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത്തരം ഈ ക്ലറിക്കൽ ജോലികൾ ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിജ്ഞാനക്കുറവ്, അങ്ങനെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇവർക്കുള്ളത്. പക്ഷെ എന്തായാലും ഈ അനീഷിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ ഇന്ന് ഈ ജോലി ബഹിഷ്കരിച്ചുകൊണ്ടാണ് BLOമാർ ഇന്ന് പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധം തുടരുമോ അതോ ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമായിരുന്നോ? ഇതൊരു സൂചനാ പണിമുടക്ക് തന്നെയാണ്, സൂചനാ സമരം തന്നെയാണ് അവർ നടത്തിയത്. എല്ലാ ദിവസവും ഇത് മാറിലെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏൽപ്പിച്ച മറ്റ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാരിന് പോലും ഉദ്യോഗസ്ഥരെ ആ രീതിയിൽ പിന്നീട് സംരക്ഷിക്കാൻ കഴിയില്ലെന്നൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഈ സമരം ഇനിയും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ, ജില്ലാ കളക്ടർമാർ വിളിച്ച യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ മറ്റ് ജീവനക്കാരുടെ സംഘടന കൂടി രംഗത്തേക്ക് ഇറങ്ങും. അവർ കൂടി പണിമുടക്ക് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ മറ്റ് സർവീസുകൾ നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് പോകും. അല്ലാതെ പോംവഴികളില്ല എന്നാണ് ഇപ്പോൾ ജീവനക്കാർ പറയുന്നത്. ഈ യോഗത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർ നൽകിയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും അടക്കമുള്ളവർ കൂടി ഇറങ്ങിയാൽ ഒരുപക്ഷെ അത് വലിയ സമരമായി മാറും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണു തുറപ്പിക്കും. അവർ കൃത്യമായ ഒരു ടാർഗറ്റ് ഡിസംബർ 9 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. ആ ദിവസം ഈ വോട്ടർ പട്ടിക ഇറക്കരുത് ആവശ്യം കൂടി സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുന്നോട്ട് വെച്ചു. അതുപോലും ഇതുവരെ പരിഗണിക്കപ്പെട്ടില്ല. അത്തരം പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടേതായ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. കൃത്യസമയത്തിനുള്ളിൽ തന്നെ എന്യൂമറേഷനും SIRഉം പൂർത്തിയാക്കുമെന്ന നിശ്ചിതാർത്ഥത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവിടെയൊക്കെ ഈ പരിമിതിയും ജീവനക്കാർ അതിസമ്മർദ്ദവും അധിക ജോലിയും ചെയ്യേണ്ട അവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം എന്നതിനനുസരിച്ചിരിക്കും ഈ വിഷയത്തിലെ തുടർ നീക്കങ്ങൾ. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.